നമസ്കാരം. യൂറോജൻ IVF സെൻറ്ററിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആശ. ഞാൻ യൂറോജൻ IVF സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണ് IVF. അതിനു മുമ്പായി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, എന്താണ് IVF? IVF എന്നാൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ശരീരത്തിന് പുറത്ത് ബീജസങ്കലനം നടക്കാൻ അനുവദിക്കുന്ന ചികിത്സാ രീതി. ഇൻ വിട്രോ എന്നാൽ ശരീരത്തിന് പുറത്ത്, ഫെർട്ടിലൈസേഷൻ എന്നാൽ ബീജസങ്കലനം. ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ ശരീരത്തിന് പുറത്ത് ബീജസങ്കലനം നടക്കാൻ അനുവദിക്കുന്ന ചികിത്സാ രീതി. സാധാരണഗതിയിൽ സ്ത്രീകളുടെ ശരീരത്തിലാണ് അണ്ഡോൽപാദനം നടക്കുന്നത്. സ്ത്രീകളുടെ അണ്ഡവാഹിനി കുഴലുകളിലാണ് ബീജസങ്കലനം നടക്കുന്നത്. ഇത് ശരീരത്തിന് പുറത്ത് എംബ്രിയോളജി ലാബിൽ നടക്കാൻ അനുവദിക്കുന്ന ചികിത്സാ രീതിയാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ അഥവാ IVF. ഇനി എങ്ങനെയുള്ള ആൾക്കാരിലാണ് നമ്മൾ IVF സജസ്റ്റ് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അണ്ഡവാഹിനി കുഴലുകളിൽ എന്തെങ്കിലും രോഗം കാരണം പ്രവർത്തിക്കാതിരിക്കുകയോ, അതുമല്ലെങ്കിൽ അണ്ഡവാഹിനി കുഴലുകൾ ബ്ലോക്ക് ചെയ്യപ്പെടുകയോ, അതുമല്ലെങ്കിൽ അണ്ഡവാഹിനി കുഴലുകൾ ഓപ്പറേറ്റ് ചെയ്ത് നീക്കം ചെയ്യപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അണ്ഡോൽപാദനം സ്ത്രീ ശരീരത്തിൽ നടക്കുകയില്ല. ഇങ്ങനെയുള്ളവരിൽ IVF മാത്രമാണ് ചികിത്സാ രീതി പറയപ്പെടുന്നത്. അതുപോലെ തന്നെ അണ്ഡോൽപാദനം ചില സ്ത്രീകളിൽ സാധാരണ ലെവൽ മരുന്നുകൾക്ക് ശേഷവും സാധാരണഗതിയിൽ അണ്ഡോൽപാദനം നടക്കാതെ വരും. ഇങ്ങനെയുള്ളവരിലും IVF മാത്രമാണ് ചികിത്സാ രീതി. പുരുഷ സഹജമായ ബീജത്തിൻ്റെ എണ്ണത്തിലും ചലനത്തിലും ഗണ്യമായ കുറവുള്ളവരിലും IVF മാത്രമാണ് നമ്മൾ ചികിത്സ പറയുന്നത്. ഇനി എങ്ങനെയാണ് ഒരു IVF സ്റ്റാർട്ടിംഗ് പ്രോസസ്സ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സാധാരണഗതിയിൽ സ്ത്രീകളുടെ പീരീഡ്സിൻ്റെ 2ാമത്തെ ദിവസമാണ് IVF സ്റ്റാർട്ട് ചെയ്യുന്നത്. 28 തൊട്ട് 30 ദിവസം വരെയാണല്ലോ ഒരു സ്ത്രീയുടെ ആർത്തവ ചക്രം. അതുപോലെ തന്നെ 1 മാസത്തെ ട്രീറ്റ്മെൻറ്റാണ് IVF എന്ന് പറയപ്പെടുന്നത്. പീരീഡ്സിൻ്റെ 2ാമത്തെ ദിവസം ഒരു അൾട്രാസൗണ്ട് ചെയ്യുകയും അന്നേ ദിവസം തന്നെ നമ്മൾ ഹോർമോണൽ ഇഞ്ചെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഹോർമോണൽ ഇഞ്ചെക്ഷൻസ് അണ്ഡോൽപാദനം നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടിയാണ് എടുക്കുന്നത്. 10 തൊട്ട് 12 ദിവസം വരെയാണ് ഹോർമോണൽ ഇഞ്ചെക്ഷൻസ് എടുക്കുന്നത്. അങ്ങനെ വികസിച്ച അണ്ഡങ്ങളെ സ്ത്രീയുടെ ശരീരത്തിൽ അണ്ഡോൽപാദനം നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ വികസിച്ച അണ്ഡങ്ങളെ പുറത്തെടുക്കുന്നു. ഇത് ഊസൈറ്റ് പിക്കപ്പ് അഥവാ ഓവ പിക്കപ്പ് എന്ന പ്രൊസീജിയറിലൂടെയാണ് പുറത്തെടുക്കുന്നത്. ഈ പ്രൊസീജിയർ മൈനർ അനസ്തേഷ്യ നൽകിയാണ് ചെയ്യുന്നത്. അണ്ഡങ്ങളെ പുറത്തെടുത്തതിന് ശേഷം ഭർത്താവിൻ്റെ ബീജവുമായി സങ്കലനം ചെയ്യുന്നു. ഇത് IVF ഇൻസെമിനേഷൻ എന്ന രീതിയോ അണ്ഡങ്ങളെ ബീജവുമായി ഇൻജെക്ട് ചെയ്യുന്ന XC എന്ന രീതിയിലൂടെ ആണ്. ബീജസങ്കലനം നടന്നതിന് ശേഷം എത്ര അണ്ഡങ്ങൾ നന്നായി ഭ്രൂണമായി മാറി എന്ന് നമ്മൾ നോക്കുന്നു. നന്നായി വളർന്ന ഭ്രൂണത്തെ 3 5 ദിവസം വരെ വളരാൻ അനുവദിക്കുന്നു. ഇങ്ങനെ നന്നായി വളർന്ന ഭ്രൂണങ്ങളിൽ 2 3 എണ്ണം സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുന്നു. ഈ ഭ്രൂണങ്ങൾ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചതിന് 14 ദിവസങ്ങൾക്ക് ശേഷം പ്രഗ്നൻസി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. ഇതാണ് സാധാരണഗതിയിൽ ഒരു IVF പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഞങ്ങളുടെ യൂറോജിൻ IVF സെൻറ്ററിൽ വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി വിസിറ്റ് ചെയ്യുക. ഞങ്ങളുടെ ഡോക്ടേഴ്സുമായി കൺസൾട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ക്വയറീസിനും താഴെ കൊടുത്തിരിക്കുന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക് യു.